മന്ത്രി വന്നിരിക്കുന്ന ഒരു പരിപാടി. മന്ത്രിയുടെ പരിപാടിയിൽ സ്കൂളിലെ പിള്ളേർക്ക് ചോദ്യം ചോദിക്കാം. അപ്പോ മന്ത്രിയുടെ അടുത്ത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഇതുപോലത്തെ ചോദ്യങ്ങൾ മന്ത്രിയുടെ അടുത്ത് ആദ്യമേ ചോദിച്ചു. അത് കഴിഞ്ഞ് മന്ത്രി പോകാൻ വേണ്ടി എണീറ്റപ്പോ ഞാൻ എണീറ്റ് നിന്നിട്ട് ഒരു ചോദ്യം എനിക്ക് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഞാൻ കേട്. അപ്പൊ മന്ത്രി ഇതെന്ന് പറ്റി ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. മന്ത്രിനെ ഞാൻ വാർത്തയിലൊന്നും കണ്ടിട്ടില്ല. മന്ത്രി അങ്ങനെ വിവാദങ്ങളിലൊന്നും അങ്ങനെ സാധാരണ കണ്ടിട്ടില്ല. വിവാദങ്ങളിൽ പെടാത്തത് മന്ത്രിയുടെ പ്രസ്തീനെ ബാധിക്കുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ അത് അന്ന് വൈകുന്നേരം ന്യൂസിലിരുന്ന് വായിച്ചത് മിഥുൻ ചേട്ടനാണ്. വിവാദങ്ങളിൽ പെടാത്തത് മന്ത്രിമാരുടെ പ്രസ്തീതിനെ ബാധിക്കില്ലേ? മുഖാമുഖം പരിപാടിയിലാണ് ഒരു കൊച്ചു മിടുക്കൻ ഇങ്ങനെ ചോദ്യം. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ പണ്ടേ ഉള്ളൊരു ബന്ധമുണ്ട്. പിന്നെ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോ കൂടുതൽ ഞാൻ ഇവന് പിന്നീട് മിഥുൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ട്, എന്നെ പറ്റിയുള്ള വാർത്ത നിങ്ങൾ പണ്ടേ വായിച്ചതാ മലനാട് ചാനൽ. ആദ്യമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. വയനാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പുറത്തേക്ക് എത്താനുള്ള ഒരു എക്സ്പോഷറോ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമോ നമുക്ക് കിട്ടാറില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന കലാ കായിക സിനിമ അങ്ങനെയുള്ള സാഹിത്യ മേഖലകളിലൊക്കെ വയനാട് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ബാക്ക്വേർഡ് സമൂഹമായിട്ടാണ് നമ്മൾ എപ്പോഴും കണക്കാക്കപ്പെടുന്നത്. നമ്മളൊരു സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ കാണാറില്ല. വയനാടിന് സിനിമ ഷൂട്ട് ചെയ്ത സിനിമ ഫ്ലോപ്പാവും, രാശിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെയുള്ളൊരു ഭയങ്കരമായിട്ടുള്ള മിത്തുകളൊക്കെ സിനിമാ മേഖലയിൽ തന്നെ ഉണ്ട്. അത് എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു. ബേസിക്കലി ഇവിടെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടും അതിന്റെ ലോജിസ്റ്റിക്സ് ഇഷ്യൂ ഒക്കെ കാരണമാണ് അവരങ്ങനെ പറഞ്ഞ് അതിനെ എഴുതി തള്ളിയിരുന്നത്. അപ്പോൾ ചെറുപ്പം മുതലേ ഈ പറയുന്ന പോലെ വയനാടുകാരനായതുകൊണ്ട് എപ്പോഴും ഒരു മാറ്റി നിർത്തൽ, അല്ലെങ്കിൽ മാറ്റി നിർത്തലല്ല, ഒരു ബാക്ക്വേർഡ് ഇപ്പൊ ഞാൻ കോളേജിൽ പഠിക്കാൻ പോകുമ്പോഴാണെങ്കിലും തിരുവനന്തപുരത്ത് പഠിക്കാൻ പോകുമ്പോഴാണെങ്കിലും അവരെന്നെ വയനാട് എന്ന് പറയുമ്പോൾ ആ വള്ളിയിൽ നിന്ന് ചാടിപ്പോകുന്ന ആളെന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ കളിയാക്കുമായിരുന്നു. ഈ പറയുന്ന പോലെ നിങ്ങൾ പച്ചക്കറി മേടിക്കാനൊക്കെ ഇവിടെ നിന്ന് വള്ളി കയറി നിന്നിട്ട് ചാടിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് അവരതിനെ കാണുന്നത് വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ വയനാടിന്റെ അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. വയനാടിന്റെ അന്നേരം നമ്മൾക്ക് അതൊരു വിഷമമായിട്ട് തോന്നുമായിരുന്നു. ഈ പറയുന്ന പോലെ അയ്യോ ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അതിനൊരു തമാശയായിട്ടൊക്കെ കണക്കാക്കപ്പെടുമായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ കരിയറിലെ ഒരു പ്രധാന ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ വയനാട്ടുകാരൻ എന്നുള്ള ഐഡന്റിറ്റിയാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് ആക്ച്വലി. അതായത് ഇപ്പൊ ഞാൻ പിന്നീട് ഒരു സിനിമകളിലും എക്സ്പോഷർ, ഇപ്പോൾ വേൾഡ് സിനിമ കാണുക അല്ലെങ്കിൽ പല രീതിയിലുള്ള ജോണർ സിനിമകൾ കാണുക എന്നൊക്കെ പറയുമ്പോഴും അത്തരത്തിലുള്ള സിനിമകളെ ഏറ്റവും റൂട്ടഡ് ആയിട്ടും ഗ്രൗണ്ടഡ് ആയിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേറൊരു തരത്തിലുള്ള ഒരു ഇന്റർനാഷണൽ അപ്പീൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ മിന്നൽ മുരളി പോലത്തെ ഒരു സിനിമ, ഒരു സൂപ്പർ ഹീറോ സിനിമയെ വയനാട് പോലത്തെ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യുകയും അതുപോലത്തെ ഒരു ജനവിഭാഗത്തിന്റെ ഇടയിലുള്ള ഒരു കഥയായിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന് കേരളത്തിന്റെ പുറത്തും ഇന്ത്യക്ക് പുറത്തും അതിനൊരു വിസിബിലിറ്റി കിട്ടിയത് ഈ പറയുന്ന അതിന്റെ ആ ഒരു റൂട്ടഡ്നെസ് ആണ്. ഈ പറയുന്ന അതിന്റെ ഒരു ഗ്രൗണ്ടഡ് ആയിട്ട് അതിന് ഉള്ള ഒരു അപ്പീലാണ്. തീർച്ചയായിട്ടും അത് വയനാട്ടുകാരൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പും ഞാൻ വന്നിട്ടുള്ള സാഹചര്യങ്ങളും കണ്ടു വളർന്നിട്ടുള്ള നാട്ടുകാരും ഒക്കെ തന്നെയാണ് എന്നെ അങ്ങനെ ഒരു സിനിമയിലേക്ക്, അങ്ങനെ ഒരു സെറ്റിങ്ങിലേക്ക് ആ സിനിമേനെ പ്ലേസ് ചെയ്യാനും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന ആ ഒരു അത്രയും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, അത്രയും റൂട്ടഡ് ആയിട്ടുള്ള ഒരു അപ്ബ്രിങ്ങിങ്ങും ഈ പറയുന്ന അതുപോലുള്ള ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻസും ഇവിടെ കണ്ടിട്ടുള്ള കാഴ്ചകളും പ്രകൃതി ഭംഗിയും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത് എല്ലാ സിനിമകളിലും അത് റിഫ്ലക്ട് ചെയ്തിട്ടുമുണ്ട്. കുഞ്ഞിരാമായണത്തിലാണെങ്കിലും ഉണ്ട്, ഗോദ എന്ന് പറയുന്ന സിനിമയിലാണ് ഉണ്ട്, മിന്നൽ മുരളിയിലും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നും അഭിമാനത്തോടെ വയനാടുകാരൻ തന്നെയാണ് എവിടെയും സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. മുമ്പ് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം ഞാൻ അതിൽ അഭിമാനിക്കുന്നു. വയനാട്ടുകാർക്ക് സന്തോഷിക്കാനുള്ളതെല്ലാം ആദ്യം തന്നെ ബേസിൽ തന്നിട്ടുണ്ട്. പക്ഷെ മിന്നൽ മുരളി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. എല്ലാ സിനിമകളിലും ആനുകാലികമായിട്ട് ഒരു അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കാനുള്ള ശ്രമം ബേസിലിന്റെ അഭിനയത്തിലും കഥാപാത്രങ്ങളിലൊക്കെ കാണാറുണ്ട്. ചെറിയൊരു ഉദാഹരണം, മിന്നൽ മുരളിയില് ഒരു ചെറിയ പയ്യനാണ്. അതായത് പുറം ലോകത്തെ പറ്റിയും വിജ്ഞാന സമ്പാദനത്തിന്റെ ഏറ്റവും പുതിയ വഴികളും അറിയാവുന്ന ഒരു ചെറിയ കുട്ടിയാണ്
അതിൽ ഏറ്റവും വലിയൊരു സംഭാവന നൽകുന്നതായിട്ടുള്ള ഇത് ഈ ന്യൂ ജനറേഷൻ ജെൻസി എന്ന് പറയുന്ന ആൾക്കാരെ അടയാളപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താറുണ്ടോ? തീർച്ചയായും ഈ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കമേഴ്ഷ്യൽ മീഡിയം തന്നെയാണ്. അത് നമ്മൾ ഓഡിയൻസിനെ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എടുക്കുന്ന സിനിമ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഈ 30കളിൽ ഞാൻ എടുക്കുന്ന സിനിമ ആദ്യ ദിവസം കാണാൻ വരുന്നത് ഈ പറയുന്ന ജെൻസി ഓഡിയൻസ് ആണ്. ഒരു 15നും 25നും ഇടയിലുള്ള ഓഡിയൻസ് ആണ് എൻ്റെ ഫസ്റ്റ് ഡേ എൻ്റെ സിനിമയെ കാണാൻ വരുന്ന ആളുകൾ. ഇതേ ആളുകൾ തന്നെയായിരിക്കും ഞാൻ 50ാമത്തെ വയസ്സിൽ എടുക്കുമ്പോഴും 70ാമത്തെ വയസ്സിൽ ഞാൻ സിനിമ എടുക്കുമ്പോഴും ഞാൻ 80ാമത്തെ വയസ്സിൽ ഞാൻ സിനിമ എടുക്കുമ്പോഴും അന്നത്തെയും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ സിനിമ കാണാൻ വേണ്ടി വരുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് ഈ 15നും 25നും അല്ലെങ്കിൽ 30നും ഇടയിലുള്ള ഈ പറയുന്ന ഓഡിയൻസ് തന്നെയാണ്. അപ്പോൾ അവര് വളർന്നു വലുതായാലും എൻ്റെ ഓഡിയൻസിന്റെ ഏജ് ഗ്രൂപ്പ് സെയിം തന്നെയാണ്. ഈ പറയുന്ന ഫസ്റ്റ് ഡേ കാണാൻ വരുന്നത് ആ സിനിമയുടെ കമേഴ്ഷ്യൽ വിജയത്തെ നിശ്ചയിക്കുന്നത് ആ ഓഡിയൻസ് ആണ്. പിന്നീടുള്ള ആഴ്ചകളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഫാമിലി കുറച്ചുകൂടെ പ്രായമുള്ള ഓഡിയൻസ് ഒക്കെ തിയേറ്ററിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ദിവസം ക്രൗഡിനെ തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് കമേഴ്ഷ്യലി ആ സിനിമയുടെ ഒരു മെയിൻ സ്ട്രീം സിനിമയുടെ അപ്പീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എത്ര വയസ്സായാലും ഇപ്പോൾ 50 വയസ്സായാലും 60 വയസ്സായാലും 80 വയസ്സായാലും 90 വയസ്സായാലും സിനിമ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഓഡിയൻസിനെ കാറ്റർ ചെയ്യപ്പെടേണ്ടത് എൻ്റെ ആവശ്യമാണ്, അല്ലെങ്കിൽ സിനിമയുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസേഴ്സിൻ്റെയോ എന്നെ വിശ്വസിച്ച് കാശ് മുടക്കുന്ന നിർമ്മാതാവിൻ്റെയോ അഭിനേതാവിൻ്റെയോ ഒക്കെ ആവശ്യമാണ്. തീർച്ചയായിട്ടും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സിനിമയുടെ ടെക്നിക്കാലിറ്റീസ്, സ്റ്റൈല്, അതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് രീതികൾ, അതിലെ ക്യാരക്ടേഴ്സ്, അവരുടെ മാനറിസംസ് എല്ലാം പുതിയൊരു തലമുറയായിട്ട് കണക്റ്റ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ചെറിയ കുട്ടി എപ്പോഴും വേണമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു 60കാരൻ്റെയോ 70കാരനോ ആയിരിക്കും ചിലപ്പോൾ ആ സിനിമയുടെ പ്രോട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ പോലും എവിടേക്കോ ഒരു കണക്ഷൻ ഈ പറയുന്ന സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈലിലോ അതിൻ്റെ അത് മുന്നോട്ട് വെക്കുന്ന രീതികളിലൊക്കെ അത് ഡെഫിനറ്റ്ലി ആ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ ചിലപ്പോൾ അതെ, അതിനോട് ബന്ധിച്ച് ചോദിക്കട്ടെ, ഈ 30കളിലോട് റിലേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു ഹോംവർക്ക് ആവശ്യം വരില്ല. ഇല്ല. പക്ഷെ ഈ 15 തൊട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടീനേജേഴ്സിനോട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും രീതിയിൽ പ്രത്യേകമായിട്ടൊരു ശ്രമം നടത്താറുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത ഒരു ട്രെയിലറിൽ കണ്ടു, കള്ളുകുടി ചീട്ടുകളി എന്ന് പറയുന്നത് പോലെ ഒരു ഗെറ്റ് ടുഗദറിന്റെ ഒരു പുരുഷ കൂട്ടുകെട്ടിന്റെ ഫോർമാറ്റ് ആണത്. അപ്പൊ ആ ഫോർമാറ്റ് ചില നാട്ടുകളിലൊക്കെ ഇപ്പോഴും ഉണ്ട്. അതിനെ പല രീതിയിൽ വിമർശിക്കാമെങ്കിലും, പക്ഷെ അതുപോലെ ഈ 15കാരുടെ പെൺകുട്ടിയായാലും ആൺകുട്ടികളായാലും അവരുടെ മനസ്സിനെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ മെനഞ്ഞെടുക്കാൻ എന്തെങ്കിലും ശ്രമങ്ങൾ, അതായത് ബന്ധുക്കളായിട്ടോ അല്ലെ കൂട്ടുകാരെ, എങ്ങനെയാണ് അത് ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ അത്തരത്തിലുള്ള ഏജ് ഗ്രൂപ്പായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്യാറുണ്ട്. പിന്നെ എന്റെ മനസ്സിപ്പോഴും 15-20 തന്നെയാണ് പ്രായം. അതിൽ ആർക്കും സംശയമില്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഇച്ചിരി മസിലൊക്കെ പിടിച്ച് സംസാരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ഇത്ര സീരിയസ് ഒന്നല്ല. മസിൽ പിടിക്കുന്ന അല്ല ആർക്കും ഇഷ്ടം. അപ്പൊ ഞാൻ ബേസിക്കലി കുറച്ച് മനസ്സുകൊണ്ട് ചെറിയ കുട്ടിയാണ്. അപ്പോ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സിനിമയുടെ സീരിയസ്നെസ്സും മെച്യൂരിറ്റിയും സിനിമയിൽ ഉണ്ടാവണം, പക്ഷെ നമ്മൾ അതുകൊണ്ട് മാറണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നാറില്ല. ചെറിയ കുട്ടികളുടെ മനസ്സുകൊണ്ട് ചെറിയ കുട്ടികളുടെ ഇപ്പോഴത്തെ വിനോദ ഉപാധികളിലെല്ലാം ഏർപ്പെടാറുണ്ടോ? ഗെയിംസ്, പുതിയ ഗെയിംസ് എന്താണ്, അങ്ങനെയൊക്കെ അപ്ഡേറ്റഡ് ആവാറുണ്ടോ? ഉണ്ട്, എല്ലാം ഉണ്ട്. ആണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാ? ഞാൻ ഗെയിം കളിക്കാറുണ്ട്, ഈ പറയുന്ന ബോർഡ് ഗെയിംസ് കളിക്കാറുണ്ട്, ക്രിക്കറ്റ് കളിക്കാൻ പോകാറുണ്ട്. അതൊക്കെ പിന്നെ എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയാണ്. പിന്നെ ഈ പറയുന്ന ഇപ്പോൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിനാണെങ്കിലും ഇപ്പോൾ എൻ്റെ വയസ്സിലുള്ള ആൾക്കാരുണ്ടാവും, കുറച്ചുകൂടെ മൂത്ത ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാനെപ്പോഴും ഈ പറയുന്ന കൊച്ചുപിള്ളേരുടെ കൂടെ ആയിരിക്കും. അതെ. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന തായ്ക്കോണ്ടോ 8 വയസ്സുള്ള കുട്ടിയായിട്ട് അവളപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കുകയായിരുന്നു. ഈ പറയുന്ന പോലെ ഞാൻ അവളുടെ ചെരുപ്പൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു രസത്തിന് ഇവിടെ വന്നിരിക്കും, അവളുടെ ചെരുപ്പ് എടുത്തെറിയും, അവള് പോയി എടുത്തുകൊണ്ട് വരും. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അവളിപ്പോഴും സാന്റാക്ലോസ് ഉണ്ടെന്ന് വിശ്വസിച്ചിരിക്കുന്ന ആളാ. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന. ഇപ്പോഴും രാത്രി സാന്റാക്ലോസ് ഗിഫ്റ്റുമായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്ന അത്ര നിഷ്കളങ്കയായിട്ടുള്ളൊരു കുട്ടിയാണ്. സാന്റാക്ലോസ് ഗിഫ്റ്റുമായിട്ട് വരും. നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ സാന്റാക്ലോസ് ആ വർഷം ഗിഫ്റ്റ് തരില്ല. അപ്പോൾ ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലെ നോട്ടി ആയിട്ടിരുന്നപ്പോൾ ഗിഫ്റ്റ് തരാതിരുന്നിട്ടുണ്ടോ? ഏതെങ്കിലും ക്രിസ്മസിന് സാന്റാക്ലോസ് ഗിഫ്റ്റ് തരാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓർക്കുന്നു, 1 വർഷം അങ്ങനെ തരാതിരുന്നിട്ടുണ്ട്. അതെന്ത് പറ്റി?
അത് ആ വർഷം ഞാൻ ഇതുപോലെ കുറച്ച് തെറ്റുകൾ ചെയ്തു. അപ്പൊ സാന്റാക്ലോസ് വിചാരിച്ചു എനിക്ക് ഗിഫ്റ്റ് തരണ്ട. അപ്പൊ അവള് ഭയങ്കര സീരിയസ് ആയിട്ട് എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തത്, ഒരു 3 പറ. 3 പറയണോ ഈശ്വര? ഓക്കെ, ഇതുപോലെ ഞാൻ ചെരുപ്പെടുത്ത് വലിച്ചെറിഞ്ഞു. ഓ, അത് ഞാൻ തോട്ടിലേക്ക് എറിഞ്ഞത്, അപ്പൊ ആ ചെരുപ്പ് കിട്ടിയില്ല. ഓ, ദാറ്റ്സ് ബാഡ്. പിന്നെ 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 ഇതുപോലെ ഉപദ്രവിക്കും. ഇങ്ങനെ നിലത്ത് നൂല് വലിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ നൂലിങ്ങനെ പൊക്കുമ്പോ മൂക്കും കുത്തി വീഴും. അങ്ങനെ അമ്മേനെയൊക്കെ വീഴ്ത്തി. അപ്പൊ അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തു. ഓ, അപ്പൊ പിന്നെ എന്തായാലും സാന്റാക്ലോസ് തിരിച്ച്. അപ്പൊ അവള് ഭയങ്കര സീരിയസ് ആയി, അപ്പൊ അവള് ഭയങ്കര ഡീപ്പായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു അങ്കിളിന്റെ ചൈൽഡ്ഹുഡ് ആണ് അങ്കിളിനെ ഇങ്ങനെയാക്കി മാറ്റിയത്. ചൈൽഡ്ഹുഡിൽ നടന്നിട്ടുള്ള ഇതുപോലത്തെ ഇൻസിഡൻസ് ആണ്. സോ ഇറ്റ്സ് ഓൾ ബേസിക്കലി ബിക്കോസ് ഓഫ് യുവർ ചൈൽഡ്ഹുഡ്. ഓ യാ, ഞാൻ ഭയങ്കര തെറാപ്പിസ്റ്റിന്റെ അടുത്ത് ഇരിക്കുന്ന പോലെ. അപ്പൊ പിള്ളേരൊക്കെ അങ്ങനെ ഡീപ്പായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതായത് ഈ ഫാമിലി എവിടെ ഗ്രൂപ്പ് ഉണ്ടായാലും ഞാൻ എന്റെ ഒരു അല്ല, അത് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. അതായത് ആ മനസ്സ് കുട്ടിയായിട്ട് കൊണ്ടു നടക്കുന്നവരും അത് ഇങ്ങനെയുള്ള ഒരു ഇന്ററാക്ഷൻസ് കൂടല്ലേ അതിനെ നമ്മൾ എപ്പോഴും ഒരു ഉത്തേജിപ്പിച്ചു. 3 കാര്യങ്ങൾ ചോദിച്ചാൽ 3 കാര്യങ്ങൾ പറയാൻ കിട്ടണ്ടേ? അതെ. അപ്പൊ അവളിപ്പോഴും അതാ നിഷ്കളങ്കതയാണ്. മൂന്നാം ക്ലാസ്സിലെത്തി, ഇപ്പോഴും സാന്റാക്ലോസ്. അപ്പൊ അവൾക്ക് അന്ന് രാത്രി ഞങ്ങൾ അവൾക്ക് വേണ്ടി ഗിഫ്റ്റ് വെച്ചു. സാന്റയുടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്മസ് ട്രീയുടെ ഇടയിൽ ഗിഫ്റ്റ് വെച്ചു. രാവിലെ എണീറ്റപ്പോ ഭയങ്കര സീരിയസ് ആയിട്ട് വന്നിട്ട് ഗിഫ്റ്റ് തുറന്നു നോക്കി. ഇത്തവണ ഗിഫ്റ്റ് കിട്ടി, ഞാൻ ചെയ്ത തെറ്റുകളൊന്നും സാന്റ കൺസിഡർ ചെയ്തിട്ടില്ല, അപ്പൊ എനിക്ക് ഗിഫ്റ്റ് കിട്ടി. അപ്പൊ നല്ല കുട്ടിയായിട്ട് അടുത്ത കൊല്ലം വരുന്ന ഇനിയും ഗിഫ്റ്റ് കിട്ടും എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ പോകുന്നൊരു. ബേസിലിനോട് നമുക്ക് ചോദിക്കാനുള്ളത്, ബേസിലിന്റെ പല പടങ്ങളിലും കുറുക്കമ്മൂല എന്ന സ്ഥലത്തെ കുറിച്ച് പറയാറുണ്ട്. ഈ കുറുക്കമ്മൂലയും ബേസിലും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ്? ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, മലയാള സിനിമയ്ക്ക് യുവ സംവിധായകരായിട്ട് വയനാട് ജില്ലയിൽ 3 പേരാണുള്ളത്. ഒന്ന് മിഥുൻ മാനുവല്, ഒന്ന് സ്റ്റെഫി സേവിയർ, ഒന്ന് ബേസിൽ. നിങ്ങൾ 3 പേരും തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങൾ 3 പേരും തമ്മിലുള്ള ഒരു പടം നമുക്ക് പ്രതീക്ഷിക്കാവോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താങ്കൾ കഴിവുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാൻ വളരെയേറെ പരിശ്രമിക്കുന്ന വ്യക്തിയാണ്. താങ്കളെ സഹപാഠിയായ ഷുഗേൽ കടവത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം മിന്നൽ മുരളിയുടെ സെക്കൻഡ് ഇവിടെ വരികയാണെങ്കിൽ വയനാട് ജില്ലയിലെ കഴിവുള്ള ആൾക്കാരെ താങ്കളെ പടത്തിൽ ഉൾപ്പെടുത്തുമോ? ഒരു എസ്സേ ആണ്. ആദ്യം തന്നെ കുറുക്കമ്മൂല എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എൻ്റെ അമ്മയുടെ വീട് കുറുക്കമ്മൂലയിലാണ്, മാനന്തവാടിക്ക് അടുത്തുള്ള കുറുക്കമ്മൂല. അപ്പോൾ അങ്ങനെയാണ് കുറുക്കമ്മൂലയായിട്ടുള്ള എൻ്റെ ബന്ധം. അപ്പൊ നാട് മുതലേ നമ്മൾ വെക്കേഷനൊക്കെ അവിടെ പോവുകയും അവിടെ മറ്റേ മീൻ പിടിക്കുകയും പറയുന്ന കശുമാൻ തോപ്പിലൊക്കെ പോയി കളിക്കുകയും. എൻ്റെ തല കശുമാവിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം കുടുങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയിൽ പോയി തലയിട്ടു. എന്നിട്ട് പിന്നെ ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടാ ഊരിയെടുത്ത്. അപ്പോ കുറച്ചധികം ഹാപ്പണിങ് ആയിരുന്നു എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഈ പറയുന്ന കുറുക്കമ്മൂലയും അതിന് ചുറ്റുവട്ടത്തുള്ള സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സിനിമയിൽ വരണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കുഞ്ഞിരാമായണം എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കുറുക്കമ്മൂലയ്ക്ക് അടുത്തുള്ള ബൈരക്കുപ്പ എന്ന് പറയുന്ന കർണാടക ബോർഡറിലുള്ള ബൈരക്കുപ്പ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷനൊക്കെ പോയി കണ്ടതാണ്. അപ്പൊ ആ സമയത്താണ് വയനാട് ജില്ലയ്ക്ക് രാശിയില്ല, വയനാട്ടിലെ സിനിമ ഷൂട്ട് ചെയ്ത സിനിമ ഫ്ലോപ്പ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അത് പാലക്കാട് പോയിട്ട് ആ സിനിമ ഷൂട്ട് ചെയ്യേണ്ടി വന്നത്. അന്ന് മുതലുള്ള വാശിയാണ്, എന്തെങ്കിലും ഒരു സിനിമ വയനാട്ടിൽ തന്നെ വന്ന് ഷൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ, കാണിച്ചു കൊടുക്കണം എല്ലാവർക്കും. അങ്ങനെയാണ് മിന്നൽ മുരളിയായിട്ട് 3ാമത്തെ സിനിമയ്ക്ക് കുറുക്കമ്മൂലയിലെത്തിയത്. അന്ന് പിന്നെ എല്ലാവരും 2 സിനിമ വിജയിച്ച ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ആരും എതിർത്തു പറഞ്ഞില്ല. ഈ പറയുന്ന പോലെ അവന്റെ ഒരു ആഗ്രഹമല്ലേ, എന്നാ പിന്നെ അങ്ങനെ ചെയ്യട്ടെ എന്നും പറഞ്ഞ് അങ്ങനെയാണ് മിന്നൽ മുരളി കുറുക്കമ്മൂലയിലെത്തുന്നത്. അത് വിജയം ആയതുകൊണ്ട് ആയതോടെ പിന്നെ ഇപ്പൊ ആരും ഒന്നും പറയാനില്ല. വയനാട് ഷൂട്ട് ചെയ്ത സിനിമ ഫ്ലോപ്പ് ആവും എന്ന് പറയുമ്പോൾ മിന്നൽ മുരളി ഹിറ്റായല്ലോ എന്ന് പറയും. അപ്പൊ അവര് പറയുന്നത് പക്ഷെ അത് OTT-യിലല്ലേ ഇറങ്ങിയുള്ളൂ എന്ന് പറയും. അങ്ങനെയാണ് ഇപ്പൊ അങ്ങനെ പറയുന്നത്. ബേസിക്കലി ഇവിടെ വരെ വണ്ടി ഓടിച്ചെത്താനും ഈ പറയുന്ന ലോജിസ്റ്റിക്സും ഈ പറയുന്ന ഫ്ലൈറ്റിന്റെ അല്ലെങ്കിൽ ട്രെയിൻ സർവീസ്, ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ പെട്ടെന്ന് നാളെ ഇന്നൊരു ആക്ടർ വേണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വയനാട് വരെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാരണമാണ് അങ്ങനെ ഒരു മിത്ത് അവരുണ്ടാക്കിയെടുത്തത്, വയനാട് സിനിമ ഷൂട്ട് ചെയ്താൽ ഫ്ലോപ്പ് ആവും എന്നുള്ള രീതിയിൽ. പക്ഷെ മിന്നൽ മുരളിയിലെങ്കിലും വയനാട് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതാണ് കുറുക്കമ്മൂലയായിട്ടുള്ള എൻ്റെ ബന്ധം. അത് പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? 3 പേര് തമ്മിലുള്ള ബന്ധം. ഞങ്ങൾ വയനാട്ടുകാർ 3 പേര്. വയനാട്ടുകാർ 3 പേരുമായിട്ടുള്ള ബന്ധം മിഥുൻ ചേട്ടനുമായിട്ട് ചെറുപ്പം മുതലേ ഉള്ള ഒരു ബന്ധമുണ്ട്. ഞാൻ പണ്ട് മിഥുൻ ചേട്ടൻ മലനാട് എന്ന് പറയുന്ന ന്യൂസ് ചാനലിൽ ന്യൂസ് വായിക്കുമായിരുന്നു.
ആ സമയത്ത് ഇതുപോലൊരു മുഖാമുഖം പരിപാടി നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ കൽപ്പറ്റ. എൻ്റെ സ്കൂൾ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ട് മന്ത്രി വന്നിരിക്കുന്ന ഒരു പരിപാടി. മന്ത്രിയുടെ പരിപാടിയിൽ സ്കൂളിലെ പിള്ളേർക്ക് ചോദ്യം ചോദിക്കാം. അപ്പോൾ മന്ത്രിയുടെ അടുത്ത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഇതുപോലത്തെ ചോദ്യങ്ങൾ മന്ത്രിയുടെ അടുത്ത് ആദ്യമേ ചോദിച്ചു. അത് കഴിഞ്ഞ് മന്ത്രി പോകാൻ വേണ്ടി എണീറ്റപ്പോൾ ഞാൻ എണീറ്റ് നിന്നിട്ട് ഒരു ചോദ്യം എനിക്ക് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഞാൻ കേറി. അപ്പൊ മന്ത്രി ഇതെന്ന് പറ്റി ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. മന്ത്രിനെ ഞാൻ വാർത്തയിലൊന്നും കണ്ടിട്ടില്ല, മന്ത്രി അങ്ങനെ വിവാദങ്ങളിലൊന്നും അങ്ങനെ സാധാരണ കണ്ടിട്ടില്ല, വിവാദങ്ങളിൽ പെടാത്തത് മന്ത്രിയുടെ പ്രസ്തീനെ ബാധിക്കുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ അത് അന്ന് വൈകുന്നേരം ന്യൂസിലിരുന്ന് വായിച്ചത് മിഥുൻ ചേട്ടനാണ്. വിവാദങ്ങളിൽ പെടാത്തത് മന്ത്രിമാരുടെ പ്രസ്തീതിനെ ബാധിക്കില്ലേ, മുഖാമുഖം പരിപാടിയിലാണ് ഒരു കൊച്ചുമിടുക്കൻ, ഇങ്ങനെ ചോദ്യം. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ പണ്ടേ ഉള്ളൊരു ബന്ധമുണ്ട്. പിന്നെ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോ കൂടുതൽ ഞാൻ പിന്നീട് മിഥുൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ട്, എന്നെ പറ്റിയുള്ള വാർത്ത നിങ്ങൾ പണ്ടേ വായിച്ചതാ മലനാട് ചാനൽ. അങ്ങനെ മിഥുൻ ചേട്ടനുമായിട്ട് അറിയാം. സ്റ്റെഫി ആയിട്ടല്ലാതെ തന്നെ കോസ്റ്റ്യൂമർ കൂടിയാണ് സ്റ്റെഫി. അപ്പൊ സ്റ്റെഫി മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിലൊക്കെ കോസ്റ്റ്യൂമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റെഫി ആയിട്ടും വളരെ നല്ല ബന്ധത്തിലുണ്ട്. അപ്പോൾ ഇവര് മൂന്നുപേരും വയനാട്ടുകാരെന്നുള്ള ഒരു വേറൊരു കണക്ഷനും കൂടെ എപ്പോഴും ഉണ്ട്. നമ്മൾ മൂന്നുപേരും കാണുമ്പോൾ വയനാട് അങ്ങനെ ഒരു കണക്ഷൻ എപ്പോഴും നമ്മൾ തമ്മിലുണ്ട്. ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരു സിനിമ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല, ആക്ച്വലി അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ചിലപ്പോൾ സംഭവിച്ചേക്കാം, വയനാട്ടുകാരെന്നുള്ളൊരു എക്സ്ട്രാ ബന്ധം കൂടെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ സംഭവിച്ചേക്കാം. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. പക്ഷെ ഡെഫിനറ്റ്ലി സിനിമയിൽ കുറെ വയനാട്ടുകാർ വരുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ആക്ടേഴ്സ് എന്നുള്ള രീതിയിലും ഡയറക്ടേഴ്സ് എന്നുള്ള രീതിയിലും അല്ലാതെ ടെക്നീഷ്യൻസ് എന്നുള്ളതൊക്കെ ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെപ്പോഴും ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇങ്ങനെ നമ്മളൊരു പുതിയൊരു ബെൽറ്റ് വയനാട് ബെൽറ്റ് അങ്ങനെ ഒരു ബെൽറ്റ് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പുതിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി വേറൊരു സിനിമ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി മിന്നൽ മുരളി 2 ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും വയനാട് അതിന്റെ ഷൂട്ട് ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ഒത്തുവരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്തുകൊണ്ട് വൈ നോട്ട്, അതിൽ സംശയമൊന്നുമില്ല. നമുക്ക് ഈ സൈഡിൽ നിന്നൊരു ചോദ്യമായാലോ? ഒരു സ്ത്രീ കൂടെ കൊടുക്കാം. നമുക്കൊരു ഒരു ഹലോ നമസ്കാരം. ബേസിലേട്ട ഇവിടെ. അയ്യോ, ഞാനൊരു സ്ത്രീ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പൊതുവെ പുരുഷന്മാരല്ലേ മൈക്ക് എടുക്കുന്നു, ഒരു സ്ത്രീ കൊടുത്തിട്ട് രണ്ടുപേർക്കും തരാം. 5 ചോദ്യങ്ങളുണ്ട്. പുള്ളി കഴിഞ്ഞിട്ട് പുള്ളി കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ. താങ്ക് യു ബേസിലേട്ട, ഒരുപാട് സന്തോഷം. ബേസിലേട്ട, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. നമ്മൾ വയനാട്ടുകാർ ഒരുപാട് പേര് കലാപരമായിട്ട് അവിടെ ഇവിടെങ്ങളായിട്ട് പറ്റിപ്പെട്ട് നടപ്പുണ്ട്. സോ സിനിമയിലേക്ക് എത്തിപ്പെടാനും നമ്മുടെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു സ്റ്റോറി ബേസ് ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് മലയാള സിനിമയിലേക്ക് വരാമെന്ന് ശരിക്കും പറഞ്ഞാൽ വയനാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. മുൻപത്തെ കാലങ്ങളനുസരിച്ച് വയനാട്ടിൽ നിന്ന് ഒരു കലാകാരൻ അല്ലെങ്കിൽ സംവിധായകൻ സ്വീഡിലേക്ക് വരുന്നത് ഭയങ്കര അത്ഭുതമായിരുന്നു. പക്ഷെ ഈ ഒരു സാഹചര്യത്തിലല്ല. ഇപ്പൊ ബേസിലേട്ടനെ പോലുള്ള വലിയൊരു ഡയറക്ടർ മിന്നൽ മുരളി എന്ന് പറഞ്ഞ സിനിമ ഒരു വേൾഡ് ഇന്റർനാഷണൽ ലെവലിൽ വന്നപ്പോൾ നമ്മളെ പോലെയുള്ള കൊച്ചു കൊച്ചു കലാകാരന്മാർക്ക് എങ്ങനെ സിനിമയിലേക്ക് എത്തിപ്പെടാനും, ഇപ്പോൾ ബേസിലേട്ടൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത്. സോ ആ പ്രൊഫഷൻ എങ്ങനെ വിടാനുള്ള ധൈര്യം കിട്ടി? ഇപ്പൊ ഞാനൊരു ഡോക്ടറാണ്, ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഈ ഒറ്റ കാര്യത്തിൽ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വന്നത് മെയിനായിട്ട്. സോ മെയിനായിട്ട് ഇനിയിപ്പം ഞാനൊരു സ്ക്രിപ്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. സോ ഇതിപ്പോ ഞാൻ ആരുടെയും മുന്നിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ ഫീൽഡ് വിടണോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫീൽഡുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? അതിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ മെയിനായിട്ട് ഇത് ചേട്ടന്റെ ഫീൽഡ് വിട്ടിട്ടാണ് സിനിമ എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് എത്തിയത്. സോ വയനാട്ടുകാരൻ എന്ന നിലയിൽ ഞാൻ എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ടാലന്റ് ഞാൻ പുറത്തേക്ക് എത്തിക്കേണ്ടത്? പേരെന്തായിരുന്നു? ശ്രീരാഗ്. ഹായ് ശ്രീരാഗ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം ഇപ്പോ ഈ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും പോപ്പുലർ ആയിട്ടൊക്കെ നിൽക്കുന്ന ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എവിടെ ഏത് സ്ഥലത്ത് റെപ്രസെന്റ് ചെയ്യുന്നുള്ളത് ഒരു വിഷയമേ അല്ല. ആ ബോർഡേഴ്സ് ഒക്കെ മാഞ്ഞു കഴിഞ്ഞു. ഇനി അതൊരു പ്രശ്നമേ അല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വീണ്ടും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുമ്പോൾ ശരിയാണ്, തുടക്കത്തിൽ വയനാട്ടിൽ നിന്നുള്ള ഒരാൾ നമ്മൾ ഷൂട്ടിംഗ് ഒന്നും കണ്ടിട്ടില്ല. നമ്മൾ വയനാടിന്റെ പുറത്തെത്തിയപ്പോഴാണ് എനിക്ക് ആ എക്സ്പോഷറും അത് കാണാനും ഇതിന്റെ ഷൂട്ടിംഗ് എന്താണെന്നൊക്കെ അറിയാനും, അല്ലെങ്കിൽ സിനിമയിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ആദ്യമായിട്ടൊക്കെ ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ തീർച്ചയായിട്ടും ഞാൻ പഠിക്കാൻ പോയ സ്ഥലം തിരുവനന്തപുരത്തൊക്കെ വെച്ചിട്ടാണ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയൊക്കെ കാണുകയും ഇന്ററാക്ട് ചെയ്യാനൊക്കെ പറ്റുന്നത്. എന്നിരുന്നാൽ പോലും ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് ആ ഷോർട്ട് ഫിലിം ഞാൻ ഒരു ഡിജിറ്റൽ വേൾഡിലേക്കാണ് ഇറക്കി വിടുന്നത്, യൂട്യൂബിലേക്കാണ് ഇറക്കി വിടുന്നത്. ഒരു സോഷ്യൽ മീഡിയ ഫേസ്ബുക്കും എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഡിജിറ്റൽ വേൾഡിലാണ്. അവിടെ ഞാൻ വയനാട്ടുകാരനാണോ അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരംകാരനാണോ എറണാകുളംകാരനാണോ എന്നൊന്നല്ല എൻ്റെ റെപ്രസെന്റേഷൻ. ആ ഷോർട്ട് ഫിലിമാണ് എന്നെ റെപ്രസെന്റ് ചെയ്യുന്നത്.
അതാണ് ഈ പറയുന്ന, ഞാൻ പല ഡയറക്ടേഴ്സിനും എല്ലാവർക്കും ഫേസ്ബുക്കിലൂടെയും അവിടെ ഇവിടെയൊക്കെ മെസ്സേജ് അയച്ചും അതിന്റെ ലിങ്കുകളൊക്കെ എല്ലാവർക്കും അയച്ചിട്ടൊക്കെ അവരത് കാണാൻ സാഹചര്യം ഉണ്ടാവുകയും അവർ കണ്ടിട്ട് എന്നെ ഞാൻ സിനിമയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. വിനീത് ശ്രീനിവാസൻ അത് കണ്ടിട്ടാണ് ഞാൻ സിനിമയിലേക്ക് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു ഡിജിറ്റൽ ഒരു കാലഘട്ടത്തിൽ വയനാട്ടുകാരൻ എന്നുള്ളതോ അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതോ ഒരിക്കലും നമ്മളെ ബ്ലോക്ക് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. നമ്മുടെ കയ്യിലുള്ള 10,000 നെല്ലുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുമ്പോട്ട് പോവുക. അത് ജോലി ഇപ്പോഴേ രാജിവെക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം ഇത് സിനിമയാണ്. സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഗാമ്പിളാണ്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ സംഭവിക്കാം. നമുക്ക് പുറത്തുനിന്ന് നമ്മൾ കാണുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ അതല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പല കാരണങ്ങളും ഉണ്ട്, സ്ട്രഗിൾ ചെയ്യപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഒരു ജോലി രാജിവെക്കണം എന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. എനിക്കതൊരു ഉറപ്പുണ്ടായ ഒരു പോയിന്റിലാണ് ഞാൻ രാജിവെച്ചത്. ഈ പറയുന്ന കുഞ്ഞിരാമായണം എന്ന് പറയുന്ന സിനിമ നടക്കും എന്ന് തോന്നിയപ്പോഴാണ് ഞാനത് രാജിവെച്ചത്. രാജിവെച്ച് കഴിഞ്ഞപ്പോഴാണ് നടന്നത് തീർച്ചയായിട്ടും. അല്ലാതെ ഞാൻ ജോലിയും സിനിമയും കൂടെ പാരലായിട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ അത്ര എളുപ്പം നടക്കില്ല. ബേസിക്കലി 2 ജോലിയോടും ചെയ്യുന്ന കുറ്റമാണ്, അതിനോട് ചെയ്യുന്ന അനീതിയാണ്. താങ്ക് യു. അപ്പോ അത് ചെയ്യുന്നത് ശരിയല്ല. ഈ പറയുന്ന പോലെ 2 കാലുവെക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരിടത്ത് ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇപ്പൊ തന്നെ പോയി രാജിവെക്കരുത്. പക്ഷെ 100% അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുക. അതിനുവേണ്ടി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അത് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസസ് അല്ലെങ്കിൽ ആക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളിലൊക്കെ പോയി എങ്ങനെയെങ്കിലൊക്കെ എത്തിച്ചേരാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഞാൻ പറഞ്ഞില്ലേ, വയനാട്ടുകാരെന്നുള്ളത് ഒരിക്കലും ഒരു ടാഗായിട്ട് കാണുക വേണ്ട. അതൊരിക്കലും നിങ്ങളെ എവിടെയും മാറ്റി നിർത്തുന്ന ഒന്നല്ല. അത് നമ്മളിപ്പോഴും വയനാട്ടുകാരുടെ ഉള്ളിലുള്ള ഒരു കുറവായിട്ട് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതൊന്നും അല്ല അത് ചിലപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന പോലെ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും മുമ്പോട്ട് പോവുക. ആരെങ്കിലുമൊക്കെ പിച്ച് ചെയ്യുക. അത് നടക്കും എന്ന് തോന്നുകയാണെങ്കിൽ ജോലി രാജിവെക്കുന്നത് നല്ലതായിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ ഒരു ലീവ് എടുക്കുക, എന്നിട്ട് ആ സിനിമ ഹിറ്റായ പൂർണ്ണമായിട്ട് രാജിവെക്കുക. ഞാൻ ഹിറ്റായിലേക്ക് തിരിച്ച് ജോലിക്ക് കയറുക. ബേസിൽ പറയാത്ത രഹസ്യം കൂടെ പറയാം. എന്ത് വന്നാലും ജോലി രാജിവെക്കാത്ത ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഉള്ളത് നല്ലതായിരിക്കും. അതെ അത് യെസ്, എനിക്കത് ഗുണം ചെയ്തിട്ടുണ്ട്. കുറച്ചു കാലം എന്നെ പോറ്റിയത് എന്റെ കൂട്ടുകാരാ. നമസ്കാരം. നമസ്കാരം. ഇപ്പം സൂക്ഷ്മദർശിനി മൂവി കണ്ടിരുന്നു. ആ കണ്ടിറങ്ങിയ പാടെ സ്വാഭാവികമായിട്ടും ഒരു 24 അല്ലെങ്കിൽ 20-25 വയസ്സിനുള്ള കുട്ടികൾ നന്നായി സിനിമകൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ ആ സിനിമ കണ്ടു കഴിഞ്ഞ് ഞാനും എന്റെ സുഹൃത്തുക്കളും കൂടി പോയി കണ്ടു കഴിഞ്ഞ് ഇറങ്ങി ഒരു ഹോമോഫോബിയ പ്ലസ് ഒരു ലെസ്ബിയൻ ലവ് അതിൽ നിങ്ങൾ പോർട്രേ ചെയ്യുന്നുണ്ട്. അപ്പോ ഈ 2 കണ്ടീഷനും ഇപ്പൊ ഒരു 2-3 കൊല്ലമായിട്ട് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ വയനാട്ടിൽ നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു കോൾ മീ ബൈ യുവർ നെയിം അല്ലെങ്കിൽ പോർട്രേറ്റ് ഓഫ് ലേഡി ഓൺ ഫയർ, ഇത്തരത്തിലുള്ള ഒരു ഗേ ലവ് സ്റ്റോറി ഭയങ്കര ഇന്റൻസ് ആയിട്ട് മറ്റ് ഭാഷകൾ ചെയ്യുമ്പോൾ സൂക്ഷ്മദർശിനി ഒരു കേർട്ടൻ സീൻ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്ന ഒരു സാധനം. അതിലൂടെ അവരുടെ പ്രണയം കാണിക്കാൻ പറ്റുന്നുള്ളത് എഴുത്തുകാരന്റെ അല്ലെ ഡയറക്ടറിന്റെ അഭിനേതാവിന്റെ കഴിവ് അല്ലെങ്കിൽ അവരുടെ മികവാണ്. പക്ഷെ ഈ സാധനം കുറച്ചുകൂടി ഇന്റൻസ് ആയിട്ട് കൊടുക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ ഒരു ഹോമോഫോബിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, അതുപോലെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കമ്മ്യൂണിറ്റി, ഇവരെ 2 പേരെയും എന്താ പറയാ ഉപദ്രവിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർക്കും ഇവർക്കും ഏകദേശം ഡൈജസ്റ്റ് ആവുന്ന രീതിയിൽ സിനിമ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ അത് അങ്ങനെ അവസാനിപ്പിക്കുക, അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജി ആണോ ഉദ്ദേശിച്ചിരുന്നത്? ഞാൻ ഇതിന്റെ ഉത്തരം ആക്ച്വലി ഇതിന്റെ ഡയറക്ടറാണ് പറയേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ ആസ് എ പ്രേക്ഷകൻ എനിക്ക് തോന്നിയത്, അവർ അത്രയും സ്പൂൺ ഫീഡ് ചെയ്യാതെ തന്നെ കാര്യങ്ങൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ആ സിനിമയുടെ ഇതൊരു റീസണിങ് മാത്രമാണ്. അവസാനം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള ഇതിന്റെ ഒരു ലെങ്ത്തും സിനിമയുടെ പേസിങ്ങും ആ സമയത്ത് പിന്നെ വീണ്ടും ഇങ്ങനൊരു പൊളിറ്റിക്കൽ സൈഡിലേക്ക് വലിച്ചു നീട്ടുക എന്ന് പറയുന്ന പോലത്തെ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് അന്നേരം ഒരു ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറയുന്ന പോലെ ഈ മിസ്റ്ററി അൺവീൽ ചെയ്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞ് ഒരു പോയിന്റ് എത്തുമ്പോഴാണ് നമ്മൾ ഇതൊക്കെയാണ് ഇവിടത്തിന്റെ ബിഹൈൻഡ് ദ സീൻ സംഭവിച്ചിരിക്കുന്നതെന്ന് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ പോയിന്റ് തൊട്ട് സംഭവിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു സിനിമയാണ്. ഇപ്പം നിങ്ങൾ റെഫറൻസ് ചെയ്ത കോൾ മീ ബൈ യുവർ നെയിമും അല്ലെങ്കിൽ
ലേഡി ഓൺ ദ പോർട്രേറ്റ് ഓഫ് ദ ഫയർ എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ എൻറ്റയർലി ഈ സബ്ജക്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, ഈ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. ടോട്ടലി ഫോർ ദാറ്റ് ഈ പറയുന്നത് ഇപ്പൊ കാതൽ ദ കോർ എന്നൊക്കെ പറയുന്നതൊക്കെ ഇത് തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന സിനിമകളാണ്. സൂക്ഷ്മദർശിനി ബേസിക്കലി ഇതൊരു മിസ്റ്ററി ത്രില്ലറാണ്. ആ സിനിമയിലേക്ക്, ആ ടോപ്പിക്കിലേക്ക് നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സാഹചര്യവും അതിന്റെ ഒരു സമയത്തിന്റെ ഒരു എഡിറ്റിന്റെ സ്പേസിങ്ങിലും അതിന്റെ ഒരു ടെമ്പോയിലൊന്നും അതിനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വേറൊരു സൈഡ്, ആക്ച്വലി ഒരു കമേഴ്ഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ അത് വേറെ തന്നെ ഒരു സിനിമയായിട്ട് നമ്മൾ കാണേണ്ട ഒരു സിനിമയാണ്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ആഡ് ചെയ്യേണ്ടത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, പക്ഷെ ഇപ്പോഴും ജെൻസി കുറച്ച് പേരുടെ ഫീഡ്ബാക്സിൽ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ സർപ്രൈസ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനൊക്കെ കൊല ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയാണ് അവർ ചോദിച്ചത്. ഇതൊക്കെ ലൈക്ക് അവരുടെ ലൈഫിൽ ഇതൊരു ന്യൂ നോർമലായിട്ട് മാറിയ സാഹചര്യത്തിൽ ഇതൊന്നും കൊല ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഇതൊക്കെ ഒരു റീസൺ ആണോ, അങ്ങനെ ഒരു കൊലപാതകം നടത്താനുള്ള റീസൺ ആണോ? അപ്പൊ അത് കാരണം അത് അത്ര ഇന്റൻസ് ആയിട്ട് തോന്നാത്ത കുറെ ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അത് എന്നെ ഓക്കെ, അങ്ങനെ ഒരു ജനറേഷൻ ഉണ്ട്. പക്ഷെ ഇത് വേറൊരു ജനറേഷനിൽ ഇതൊക്കെ വലിയ റീസൺ ആണെന്നും ഇതൊരു വലിയ കുറ്റമാണെന്നും അവരതിനെ ചിലപ്പോൾ കൊലപാതകം വരെ അവർ ചെയ്യുമെന്നുള്ള ഇന്റൻസിറ്റിയിൽ അങ്ങനെ ഒരു ഓഡിയൻസിന് അത് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നി ആക്ച്വലി. അങ്ങനെയുള്ള കുറച്ച് ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ, ഈ പറയുന്ന കുറച്ചുകൂടെ ജെൻസി ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് അങ്ങനെ തോന്നിയതായിട്ട് തോന്നി. അപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ തന്നെ റിയലൈസ് ചെയ്യുന്നത്. അവർക്കത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അത് അവർക്ക് ചിലപ്പോൾ അത്രയും അത് ഇങ്ങനെ ഒരു കൊല ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് അവർക്ക് തോന്നുന്നില്ല എന്ന് പറയുന്ന ആലോചിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു ഇന്റൻസിറ്റി കൃത്യമായിട്ട് കിട്ടാത്ത ഒരു ഓഡിയൻസും ഉണ്ട് എന്ന് മനസ്സിലാക്കിയ സമയത്ത് ചിലപ്പോൾ കുറച്ചുകൂടെ കാണിച്ചിരുന്നെങ്കിൽ, ചിലപ്പോൾ കുറച്ചുകൂടെ ഇതിന്റെ ഇന്റൻസിറ്റി ഇത്തിരിയോടെ ഡീപ്പറായിട്ട് കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവുമായിരുന്നു എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ കൂടെ ഉണ്ട്. പക്ഷെ ആസ് ഇറ്റ് ഈസ്, ആസ് എ പ്രേക്ഷകൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആ സിനിമയ്ക്ക് അത്രേ അതിനുള്ള സ്പേസേ ഉള്ളൂ ആക്ച്വലി.